സെക്സിന് അപ്പുറമുള്ള ഫിസിക്കൽ ഇൻറ്റിമസി എന്ന് പറയും. എൻ്റെ വീട്ടിൽ 3 തത്തമ്മയുണ്ട്, എൻ്റെ പെറ്റുകളാണ്. ഞാൻ പോകുമ്പോൾ ആ തത്തമ്മകളെ ഞാൻ എൻ്റെ കൈവെള്ള കൊണ്ട് തലോടും. ഇങ്ങനെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പോയി വാതിൽ തുറന്ന് കയറിയാൽ എൻ്റെ ശബ്ദം കേട്ടാൽ അവർ ബഹളം വെക്കും. കൂട്ടിൽ നിന്ന് ചാടാൻ, എൻ്റെ അടുത്ത് വരാൻ, പറന്ന് വന്ന് എൻ്റെ മടിയിലിരിക്കും. എന്നിട്ട് എൻ്റെ മടിയിൽ എന്തിനായിരിക്കുന്നത്, എന്നിട്ട് കയ്യിലിങ്ങനെ ഉമ്മം തരും, കൈ കൊണ്ട് അതിനെ സ്പർശിക്കാൻ, തലോടാൻ. നമ്മളൊക്കെ നമ്മുടെ പാർട്ട്ണറെ തലോടുന്നത് സെക്സ് ലൈഫിന് രാത്രി മാത്രമേ തൊടൂ ഭാര്യയെ. ഞാൻ ഞാൻ കൗൺസിലിംഗ് നടത്തുന്ന ഒരാളാണ്. ഈ കൗൺസിലിംഗ് നടത്തുമ്പോൾ പല സ്ത്രീകളും പറഞ്ഞിട്ടുള്ള ഒരു വലിയ മെസ്സേജുണ്ട്. ഹസ്ബൻഡ് എന്നെ സ്പർശിക്കുന്നത് പോലും രാത്രി കിടക്കയിലാണ്. രാത്രി കിടക്കയിൽ എത്തുന്നതിന് അതൊരു ഫാമിലി ലൈഫിൻ്റെ വലിയൊരു ഹൗ ടു മെയിൻറ്റെയിൻ എ ഗുഡ് ഫാമിലി റിലേഷൻഷിപ്പ്, അതൊരു സബ്ജക്റ്റാണ്, ഒരു ദിവസത്തെ സബ്ജക്റ്റാണ്. അറ്റ്ലീസ്റ്റ് 3 മണിക്കൂർ സബ്ജക്റ്റ് നമ്മളിപ്പോൾ അതിനകത്ത് കൊണ്ടുവരാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അത് ചുരുക്കുന്നു. പക്ഷേ ഇതാണ് നമ്മളെ ഫിസിക്കൽ ടച്ച്. ആ ഫിസിക്കൽ എന്ന് പറയുന്ന ഒരു സ്ട്രോക്ക് നമ്മൾ കൊടുക്കുന്നു. രണ്ടാമത് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒന്നാണ് വെർബൽ സ്ട്രോക്ക്. വാക്കുകൊണ്ട് നമുക്ക് ഒരാളിനെ സന്തോഷിപ്പിക്കാം. ഇതൊക്കെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെ ഇംപ്രൂവ് ചെയ്യുന്ന ഘടകങ്ങളാണ്. അതിൽ ഒന്ന് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഫിസിക്കൽ, 2 വെർബൽ. എന്താ വെർബൽ? വാക്കുകളാണ്. നിങ്ങൾ നല്ല വാക്കുകൾ പറയാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. നല്ല വാക്കുകൾ നിങ്ങൾക്ക് പറയാൻ കഴിയും. നിങ്ങൾ ഭാര്യയ്ക്ക് നിങ്ങൾ എന്താ എടി എന്ന് വിളിക്കും അല്ലേ? സാധാരണ എടിയില്ലെങ്കിൽ നിങ്ങൾ പേര് വിളിക്കും. എത്ര പേര് ഭാര്യയെ ഞാൻ വിളിക്കണമെന്ന് പറയുന്നില്ല, ഞാൻ എൻ്റർടൈൻ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ ബെസ്റ്റ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന എങ്ങനെയെന്ന് സ്വയം പഠിച്ചയാളും മറ്റുള്ളവരെ പഠിപ്പിച്ച ആളുമാണ്. ഫാമിലി ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ വൈഫിന് നിങ്ങളുടേതായ ഒരു പെറ്റിനെയും ഇടുക. ആ പെറ്റിനെയും വിളിക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ദാമ്പത്യത്തിലുണ്ടാകുന്ന മാറ്റം ഭയങ്കരമായിരിക്കും. നിങ്ങൾ കരുതും പോലെയല്ല. അവിടെ നിങ്ങൾ ബെറ്ററായാൽ, നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പിൽ നിങ്ങൾ ബെറ്ററായാൽ, ഞാൻ നേരത്തെ പറഞ്ഞ 4 ലൈഫിലും നിങ്ങൾ ബെറ്ററാവും. അവിടെ നിങ്ങൾ പരാജയപ്പെട്ടാൽ ആ വീട്ടിൽ നിന്ന് കിട്ടുന്ന അസ്വസ്ഥത നിങ്ങളെ 4 ലൈഫിനെയും ബാധിക്കും. നിങ്ങളെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കും, സോഷ്യൽ ലൈഫിനെ ബാധിക്കും, നിങ്ങളുടെ ഓർഗനൈസേഷണൽ ലൈഫിനെ ബാധിക്കും, നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിനെ പോലും അത് ബാധിച്ചു എന്ന് വരാം. ഫാമിലി ഇംപ്രൂവ്ഡ് ആയിരിക്കണം. അവിടെ എങ്ങനെ തുടങ്ങണം? ആദ്യം നിങ്ങൾ തുടങ്ങാനുള്ളത് ഒരു ചിരിയിൽ നിന്നാണ്. സാധാരണ രീതിയിൽ ഞാൻ MBA കുട്ടികൾക്ക് ക്ലാസ് എടുക്കും. MBAയുടെ ബേസ് ഇവിടെ ഈ ബിസിനസ് നടത്തുന്ന ആരെങ്കിലും ഉണ്ടോ? ബിസിനസ് ചെയ്യുന്ന? ഞാനിപ്പോൾ ബിസിനസ് ചെയ്യുന്നുണ്ട്. ശരി, എന്തായാലും ബിസിനസ് ചെയ്യുന്നവരോട് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നത് 1-ാം പാഠം, ബിസിനസ്സിൻ്റെ 1-ാം പാഠം, ചിരിക്കാൻ അറിയാത്തവർ കട തുടങ്ങരുത് എന്നാണ്. ചിരിക്കാൻ കഴിയാത്തവർ കട തുടങ്ങിയ പരാജയപ്പെടും. ചിരിക്കണം. അത് ഫാമിലി ലൈഫിലും. അദ്ദേഹം ചിരിക്കുന്ന ആളാണ്. ഞാൻ വന്നപ്പോൾ ആദ്യം പരിചയപ്പെട്ട ആളാണ്. പുള്ളി ചിരിക്കുന്ന ആളാണ്, പുള്ളി ഇമ്പ്രൂവ് ചെയ്യുന്ന ആളാണ്. നിങ്ങൾ ചിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കട തുടങ്ങരുത്. ഞാൻ തിരുവനന്തപുരം പട്ടത്താണ് താമസിക്കുന്നത്. പട്ടത്തിൻ്റെ താഴെ ഞാൻ താമസിക്കാൻ വന്നിട്ട് ഏകദേശം ഒരു 24 വർഷത്തോളമായി അവിടെ വന്നിട്ട്, നെടുമങ്ങാട് നിന്ന് ട്രാൻസ്ഫർ ചെയ്തത്. അവിടെ ഒരു ചെറിയ കടയുണ്ടായിരുന്നു. ഒരു അനിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കടയായിരുന്നു. ഒരു കുഞ്ഞു കടയായിരുന്നു, ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഈ അനിൽ യഥാർത്ഥത്തിൽ പട്ടത്തിന് സമീപം 7 ഫ്ലാറ്റിൻ്റെ ഉടമയാണ്. അയാൾ സ്വന്തം നിലയിൽ ഇപ്പോൾ 4 നിലയുള്ളൊരു ഫ്ലാറ്റ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ ചെറിയ കട ഇപ്പോൾ ഏകദേശം അതുപോലെ 15 കടകളുടെ വലിപ്പമുണ്ട്. രാത്രി 2 മണിയായാലും ആ കട അടയ്ക്കാൻ ആളുകൾ സമ്മതിക്കില്ല. ജനം വന്നുകൊണ്ടേയിരിക്കും അവിടെ. എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്ത് സാധനം നമ്മൾ എക്സ്ട്രാ വാങ്ങുന്നെങ്കിൽ മാസം ഒരുമിച്ച് വാങ്ങുന്നതിലല്ലാതെ അവിടെ നിന്നേ വാങ്ങാവൂ. ഞാൻ വൈഫിനോട് ചോദിച്ചു, എന്താ കാര്യം? ഐശ്വര്യമുള്ളവനാണ്. നീ എന്താ നീ ഐശ്വര്യം എന്ന് കാണുന്നത്? എപ്പോഴും അയാൾ ചിരിച്ചുകൊണ്ട് നമ്മളോട് ലോകം ചോദിക്കും, എന്താ ആൻറ്റി കണ്ടിട്ട് കുറേ നാളായല്ലോ. 2 ദിവസം മുമ്പ് കണ്ടാലും പിറ്റേന്ന് പോകുമ്പോൾ അയാൾ അപ്പം ചോദിക്കും, എന്തേ ആൻറ്റി കണ്ടിട്ട് കുറേ ദിവസമായല്ലോ. അപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നു അയാൾ. എനിക്കൊരു സ്പേസ് അയാൾ തരുന്നു. ഞാനുമായിട്ടുള്ള ഒരു ബ്ലോക്ക് അയാൾ ഒരു സ്മൈലിൽ നിന്ന് ഇല്ലാതാക്കുന്നു. ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ചിരിക്കാൻ പഠിച്ചാൽ തന്നെ അത് മാറും.
ഈ വെർബൽ എന്ന് പറയുന്നതിൽ അത് ഞാൻ മൂന്നാമത് പറയാം, നോൺ വെർബൽ. ഈ വെർബൽ എന്ന് പറയുന്നതിനകത്ത് ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ, നല്ല പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറയാൻ പഠിക്കുക. ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യാം. അതൊക്കെ നമുക്കൊരു ദീർഘമായ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്. ഇനി ഇത് ആകെ 15 മിനിറ്റ് എൻ്റെ മുമ്പിലുള്ളൂ. ഈ 15 മിനിറ്റിൽ പറയുന്നതിന് ഇപ്പോൾ ഏതാണ്ട് 15 മണിക്കൂറുള്ള സാധനം എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും അതിനെ ഇങ്ങനെ ഷ്രിങ്കാക്കുകയാണ്, ഞാൻ ചുരുക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ നോൺ വെർബൽ എന്താണ്? ഈ നോൺ വെർബലാണ് നമ്മൾ ഫിസിക്കലുമല്ല വെർബലുമല്ലാത്ത ഏരിയയില്ല നോൺ വെർബൽ. അതിൽ ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്മൈൽ, ചിരിക്കുക. അതോടൊപ്പം തന്നെ നമുക്കിതൊക്കെ നിസ്സാരമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ചിരിക്കുക. രണ്ടാമതോ, നമുക്കൊന്ന് വിനയത്തോടുകൂടി തലകുനിക്കാം. മറ്റൊന്ന്, നമുക്ക് തലയാട്ടാം. ഒരാളുടെ വാക്ക് കേട്ടുമ്പോൾ തല കുലുക്കാം. അയാൾ പറയുന്നത് നമ്മൾ അപ്രൂവ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ നമ്മളത് കെയർ ചെയ്യുന്നു, നമുക്ക് തലയാട്ടാം. ഇതൊക്കെ നോൺ വെർബൽ ഫിസിക്കൽ സ്ട്രോക്സാണ്. ഈ സ്ട്രോക്സുകൾ നമ്മൾ ഫലപ്രദമായിട്ട് വ്യക്തിബന്ധങ്ങളിൽ ഉപയോഗിക്കാമെങ്കിൽ നാളെ നിങ്ങൾ ഈ ഭൂമിയിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് പേഴ്സണായി നിങ്ങൾ മാറും. ഇത് ആകണമെന്നെങ്കിൽ നമ്മൾ ആലോചിക്കാനുള്ളൊരു കാര്യം, കഴിഞ്ഞ ദിവസം തൊട്ടു മുമ്പത്തെ ദിവസം MN കാരാശ്ശേരി കോഴിക്കോട് നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ക്ലിപ്പ് എനിക്ക് വന്നു. ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നതാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കുറിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു ടോക്കാണ്. ആ ടോക്കിൽ ഒറ്റ കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അത് മറ്റൊന്നുമല്ല, വൈക്കം മുഹമ്മദ് ബഷീർ ചായ കുടിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗ്ലാസ് അപ്പം തന്നെ തലകീഴായി വെക്കും. അപ്പോൾ ഷാഹിന ബഷീർ എൻ്റെ സുഹൃത്തു കൂടിയാണ്. ഷാഹിന ബഷീർ പപ്പായോട് ചോദിച്ചു, എന്തിനാണ് ഉപ്പ എന്നും നിങ്ങളിങ്ങനെ ഗ്ലാസ് ഇങ്ങനെ തല താഴ്ത്തി വെക്കുന്നത്? ബഷീർ പറഞ്ഞ മറുപടി, ഞാൻ ഇങ്ങനെ നിവർത്തി വെച്ചാൽ അതിൽ ശേഷിക്കുന്ന ചായ അന്വേഷിച്ച് ഉറുമ്പുകൾ വരും, ഈച്ച വരും, അവർ ഇതിനകത്ത് വീണ് ചത്തുപോകും. അപ്പോൾ ഞാൻ കാരണം അവരങ്ങ് ചാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വച്ചേക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ആർദ്ര ഹൃദയം നിങ്ങൾ നോക്കുക, അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വം നമ്മൾ നോക്കുക. അവിടുത്തെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വർദ്ധിക്കുന്നതാണ്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ബഷീർ ആര് വന്നാലും ചോദിക്കും അത്രേ, ആദ്യം നീ എന്ത് കഴിച്ചിട്ടാണ് വന്നേ? ആദ്യം ചോദിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങളുടെ വീട്ടിൽ വരുന്ന വ്യക്തികൾ നിങ്ങൾ എത്ര പേരോട് നിങ്ങൾ ഇരിക്കാൻ പറയും? വീട്ടിൽ വരൂ, ഒരു ബിൽ കളക്ടർ കോർപ്പറേഷനിൽ നിന്ന് നിങ്ങളെ വീട്ടിൽ ടാക്സ് പിരിക്കാൻ വരുന്നു, നിങ്ങൾ അയാളോട് എത്രയാ ടാക്സ് ചോദിക്കുന്നു, കൊടുക്കുന്നു, ബില്ല് വാങ്ങുന്നു, അയാൾ പോകുന്നു. എത്ര പേര് ഒരു ചായ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെള്ളം കൊടുക്കാൻ നിങ്ങൾ അവരെ ക്ഷണിക്കാറുണ്ട്? എത്ര പേരോട് നിങ്ങൾ ഇരിക്കാൻ പറയാറുണ്ട്? നമ്മുടെ ഔപചാരികതയുടെ ഈ വിലങ്ങുകൾക്കപ്പുറത്ത് നിന്ന് അനൗപചാരികതയുടെ സ്നേഹം പകരാൻ കഴിയുന്നവൻ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വർദ്ധിക്കും. അയാൾക്ക് വേണ്ടി ആണ് യഥാർത്ഥത്തിൽ ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ഭൂമിയിൽ ഒറ്റപ്പെട്ട ഐലൻഡുകളായി മാറുമെങ്കിൽ, തുരുത്തുകളായി മാറുമെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുകയേയില്ല. നിങ്ങളുടെ മുഖത്ത് അരുമയുള്ളൊരു ചിരി നിങ്ങൾ ഒളിച്ചു വെച്ചിരിക്കാത്തിടത്തോളം കാലം നിങ്ങളുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വർദ്ധിക്കുകയേയില്ല. അതൊരു ചിരി കൊണ്ടാകാം, ഒരു വാക്കുകൊണ്ടാകാം, ഒരു സ്പർശനം കൊണ്ടാകാം, ഒരു നോട്ടം കൊണ്ടാകാം. സ്നേഹമുള്ള ഒരു നോട്ടം മതി. അതിനെ പറയുന്ന ഐ ടു ഐ കോണ്ടാക്റ്റ് എന്നാണ് പറയുന്നത്. കണ്ണുകളിൽ നിന്നും കണ്ണുകളിലേക്കുള്ള അടുപ്പം. അവിടെ നിങ്ങളുടെ വൈഫിൻ്റെ കണ്ണുകളിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കാറുണ്ടോ? സംസാരിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ നോക്കി തന്നെയാണോ നിങ്ങൾ സംസാരിക്കുന്നത്? നിങ്ങൾ ഒന്ന് അസസ് ചെയ്ത് നോക്കിയാൽ മതി. അവർ അത് ഇഷ്ടപ്പെടുന്നു. പലപ്പോഴും ഞാൻ ക്ലാസ്സുകളിൽ പറയാറുണ്ട്, ഈ ഫാമിലി റിലേഷൻഷിപ്പിൽ ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന, നമ്മുടെ റിലേഷൻഷിപ്പ് സോഷ്യൽ ലൈഫ് മാത്രം ഇമ്പ്രൂവ് ചെയ്താൽ പറ്റില്ലല്ലോ. ഫാമിലി ലൈഫിൽ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കിയാൽ ബാക്കി എല്ലാ ലൈഫിലും ഒക്കെ ആകും. ഒരു ഉദ്യോഗസ്ഥ ഒരു പുതിയ സാരി ഉടുത്ത് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. ഭർത്താവ് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. ഭാര്യയ്ക്കൊരാഗ്രഹം, ഈ സാരി കൊള്ളാമോ, നല്ല സാരിയാണോ? പക്ഷേ ഈ മനുഷ്യൻ പത്രത്തിൽ നിന്നൊന്ന് തലപൊക്കിയാലല്ലേ ചോദിക്കാൻ പറ്റും. ഇയാൾ തല പൊക്കുന്നില്ല. എവിടെ ഇറങ്ങിപ്പോയിട്ട് മടി എങ്കിലും ഒന്ന് ചോദിച്ചേക്കാം. തിരിച്ച് കയറി വരികയാണ്. അപ്പോൾ ഇയാൾ തല പൊക്കാതെ ചോദിക്കണം, എന്തേ?
അല്ല ഞാൻ ചോറ് പാത്രം എടുക്കാൻ മറന്നുപോയി. യഥാർത്ഥത്തിൽ ചോറ് പാത്രം അവരെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഭർത്താവ് അങ്ങനെയെങ്കിലും ഒന്ന് തല പൊക്കിയിട്ട് എൻ്റെ ഈ സാരി എങ്ങനെ ഉണ്ടെന്നൊന്ന് പറഞ്ഞു കേൾക്കണം, അത് അവളുടെ ആഗ്രഹമാണ്. എന്നിട്ടും ഇയാൾ തല നോക്കി ഇങ്ങനെ പത്രത്തിൽ നോക്കിക്കൊണ്ടാണ് എന്തിനാ തിരിച്ചു വന്നതെന്ന് ചോദിച്ചത്. ചോറ് പാത്രം എടുക്കാനെന്ന് പറയുന്നു. വീണ്ടും അയാൾ പത്രത്തെ തല ആക്കുന്നു. ഇയാൾ തല പൊക്കി നോക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ ചോദിച്ചു, ഒന്ന് തല ഉയർത്തി നോക്ക് സാറേ, ഈ സാരി എങ്ങനെയുണ്ട് ഒന്ന് പറ. അവസാനം ഇയാൾ പകുതി തല പൊക്കി നോക്കി, തല താത്തി. ഇയാൾ പറഞ്ഞ മറുപടിയാണ്, സാരി എങ്ങനെയുണ്ട്. അയാൾ കൊള്ളാം എന്നൊരു വാക്ക് അയാളുടെ വായിൽ നിന്നും വീണില്ല. ആ സ്ത്രീക്ക്, ആ ഭാര്യയ്ക്ക് എന്ത് ഒരു വികാരം ഉണ്ടാവും നിങ്ങൾ നോക്കുക. അവർ ഓഫീസിലേക്ക് പോയി. പക്ഷേ ഓഫീസിൽ ഒരാൾ കസേരയിട്ട് അവിടെ ഇരിപ്പുണ്ട്. വരുന്ന പെണ്ണുങ്ങളുടെ എല്ലാ സാരി നോക്കാനും എന്തുണ്ടെന്ന് പറയാനും. അവിടുത്തെ പിയൂണാകാം, ക്ലാർക്കാകാം. വന്ന ഉടനെ അവർ എടുത്തു പറയും, ഹായ് മാഡം, എന്താ സാരി, ഇതാര് വാങ്ങിത്തന്നു, എന്തൊരു ബെസ്റ്റ് സെലക്ഷൻ, മാഡത്തിനിപ്പോൾ 10 വയസ്സ് കുറഞ്ഞതുപോലെയുണ്ട്. അതോടുകൂടി മാഡം ഫ്ലാറ്റ്. അവൾ പെണ്ണിത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഭർത്താവ് അത് പറയാൻ തയ്യാറല്ല. അയാളെ ഈഗോ അത് പറയാൻ അയാൾ അനുവദിക്കുന്നില്ല. പക്ഷേ പിറ്റേന്ന് ഈ സ്ത്രീ ഒരു 4 ഫിഷ് ഫ്രൈ അഡീഷണൽ കൊണ്ടുവരും. എന്തിനാന്ന് പറഞ്ഞാൽ ഈ പിയൂണിന് കൊടുക്കാൻ. സാരി കൊള്ളാം എന്ന് പറഞ്ഞ് ആ പിയൂണിനോടോ ക്ലാർക്കിനോടോ ഉള്ള അവളുടെ സ്നേഹം പങ്കിടാൻ അവൾ ഫിഷ് ഫ്രൈയുമായിട്ടാണ് വരിക. അവൾക്ക് അയാളോടൊരു ഇൻറ്റിമസി രൂപപ്പെട്ടാൽ അതിൻ്റെ കുറ്റവാളി ആരാണ്? ഭർത്താവാണ്. എന്തുകൊണ്ട്? നിങ്ങൾ മസിൽ പിടിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഒരു കുടുംബജീവിതവും സന്തോഷകരമാവില്ല. നിങ്ങൾ അവിടെ തോറ്റുപോകുന്നത് നിങ്ങൾ സ്വയം മെനഞ്ഞെടുത്ത ഒരു ഈഗോയ്ക്കുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ തളച്ചിട്ടത് കൊണ്ടാണ്. ഞാനിങ്ങനെയുള്ളൂ. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ തന്നെ ചിലരുടെയെങ്കിലും മനസ്സിൽ തോന്നും, ഇയാൾ പറഞ്ഞിട്ടാണ് ഇനി ഞാൻ നന്നാവാൻ, ഇനി ഞാൻ പോയി അവളുടെ അടുത്ത് കണ്ണേ പൊന്നേ എന്ന് പറയും. നിങ്ങൾക്ക് വട്ടായോ എന്ന് അയാൾ ചോദിക്കും. ഇന്ന് രാത്രി പോയിട്ട് ചിലരോട് ഞാൻ കൗൺസിലിംഗ് നടത്തുമ്പോൾ പറയും, ഇങ്ങനെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ എനിക്ക് കേൾക്കേണ്ടി വന്ന മറുപടിയാണ്, പൊന്നു സാറേ, അവൾ എന്നെ വട്ടാന്ന് വിളിക്കും. നിങ്ങൾക്ക് എന്ത് പറ്റി മനുഷ്യ? എന്നിട്ട് ഒരു മക്കളെ വിളിച്ച് പറയും, നിൻ്റെ അച്ഛനെ വല്ല സൈക്കാട്രിസ്റ്റിനെയും കാണിക്കും, അയാൾ ഇവിടെ വന്നിരുന്ന് എൻ്റെ സാരി കൊള്ളാം, എൻ്റെ ബോഡി കൊള്ളാം, ഞാൻ നല്ലതാണ്, സുന്ദരിയാണെന്നൊക്കെ പറയുന്നു എന്ന് പറയും. ഈ ഒരു അപക്വത നിങ്ങളുടെ മനസ്സിനെ തളച്ചിട്ടിരിക്കുകയാണ്. ഈ വലയത്തിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രായമൊന്നും നോക്കരുത്. നിങ്ങൾ മനുഷ്യൻ്റെ പ്രായം വെറും കൗണ്ടിങ് ഫിഗേഴ്സാണ്. നിങ്ങൾ അതിലേക്ക് ഇനിയും നിങ്ങൾക്കൊരു ചെറുപ്പമുള്ള യുവത്വമുള്ള ഒരു ദാമ്പത്യം നിങ്ങൾക്ക് തുടരാം. അങ്ങനെ തുടരണം എങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളെ മാറ്റണം. നിങ്ങളുടെ മനസ്സിലെ ഈഗോ മാറ്റണം. മാറ്റുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന സന്തോഷവും സ്നേഹവും ഉണ്ടല്ലോ, അത്